ഈ അടുത്ത് കണ്ട് ഒരു ത്രില്ലർ സംവിധായകനായ ജിത്തു ജോസഫിനെ ത്രില്ലടിപ്പിച്ച മറ്റൊരു പടം കിഷ്കിന്ധാകാന്ഡം. അവരെ വിളിച്ച് സംസാരിച്ചിരുന്നത് ഇല്ല, ഞാൻ അവരെ ഒരിടത്ത് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ ആസിഫിനെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും ഇത് ഭയങ്കര നല്ല, എനിക്ക് അങ്ങനത്തെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സ്ലോ പേസിൽ അതാണ് അതുമല്ല അങ്ങനത്തെ സിനിമകൾ വരണം. ഈ പേസ് ഭയങ്കര കൂടുന്ന അപകടമാണ്. അങ്ങനത്തെ മിറാഷ് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ് ആണ് മിറാഷ് കുറച്ചുകൂടെ വേറെ ഇതിലാണ്. അല്ല ഈ അങ്ങനത്തെ സിനിമകളും പറഞ്ഞ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരു സിനിമ എല്ലാ തരത്തിലുള്ള സിനിമകളും ഇപ്പം ലോക സംഭവിച്ചു, അത് വേറൊരു പാറ്റേൺ ഓഫ് സിനിമ. എല്ലാ തരത്തിലുള്ള സിനിമകളും സംഭവിക്കണം. ഇൻഡസ്ട്രി നിൽക്കണമെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ജോണേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലിംസും ഉണ്ടാവണം. അപ്പോഴേ ഇൻഡസ്ട്രി നിൽക്കുള്ളൂ. തിയേറ്ററിൽ ആൾക്കാർക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് തോന്നുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയെ അനുസരിച്ചിട്ടുണ്ട്. ഒരു കോമഡി പടം ഒന്ന് ഹിറ്റായി രണ്ടെണ്ണം ഹിറ്റായി പിന്നെ എല്ലാവരും കോമഡി പടം ഒരു കാലഘട്ടത്തിൽ നിറച്ചു അങ്ങനെയായിരുന്നു. അപ്പോൾ വെച്ചാൽ ആൾക്കാർ മടുത്തു. ത്രില്ലർ വരുമ്പോൾ കൂട്ടത്തോടെ ത്രില്ലർ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഫീൽ ഗുഡ്. ഒരു മാസ് പടം അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസ് പടം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആർട്ടിസ്റ്റ് നല്ലൊരു കോമഡി സബ്ജക്റ്റ് അത് ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്താൽ മതി, അല്ലാതെ ഇന്ന പാറ്റേൺ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ വന്ന് എന്തെല്ലാം വാചകടിച്ചാലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരെ സമീപിക്കുകയും ഇതും ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങൾ ഇത് അല്ല, അത് ഇങ്ങനത്തെ വേണം വലിയൊരു പടമാണ് എനിക്ക് ഇനി ചെയ്യുന്നത്. എന്തിനാണത്? നമ്മൾ അങ്ങനെയല്ലല്ലോ, നല്ലൊരു കഥ എടുത്തിട്ട് അത് ഓക്കെ എന്നുള്ളതല്ലേ, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ രീതി അതാണ്. ഇപ്പം ഈ പറയുന്ന സിനിമ മലയാളം മച്ച് ബെറ്റർ കേട്ടോ. ഈ പറയുന്ന സിനിമ ഞങ്ങൾ ഹിന്ദിയിൽ ട്രൈ ചെയ്തു. അവിടെ കുഴപ്പമെന്ന് മിറാഷ് എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ഒരു ഫീമെയിൽ അപർണയുടെ ക്യാരക്ടറാണ് ആ കഥ കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ആ ഹീറോയ്ക്ക് ഹീറോയുടേതായ ഒരു റോളുണ്ട്. അപർണയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ പുള്ളിക്ക് ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബോളിവുഡിൽ ചെന്നപ്പോൾ പലർക്കും ബുദ്ധിമുട്ട്, അത് ചേഞ്ചസ് വരുത്തണം, ഇത് കുറച്ചൊരു ഫീമെയിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനിത് ഉപേക്ഷിക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് കാരണം ഹിന്ദിയിൽ അന്ന് ഈ എൻ്റെ കഥ നടക്കുന്നത് ലണ്ടനിലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അത് മൊത്തത്തിൽ ഞാനത് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഞാൻ ആസിഫിനെ വിളിച്ച് ചോദിച്ചു. ആസിഫിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പുള്ളി ചെയ്യും. അതിനകത്ത് വലിപ്പമോ ചെറുപ്പമൊന്നും പുള്ളിക്ക് നോക്കത്തില്ല. അത് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ഫിക്സ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ എന്താ പറയുക പേടിയില്ലാതെ. ഞാനതുകൊണ്ട് ആസിഫിനെ കുറിച്ച് ഈസ് എ ഡയറിങ് ആക്ടർ എന്ന് പറയുന്നത്. ഒന്നിനും പേടിക്കാതെ നല്ല ക്യാരക്ടറൈസേഷനും നല്ല സബ്ജക്റ്റും ആണെങ്കിൽ അങ്ങ് ചെയ്യുക. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഓഡിയൻസിന് കിട്ടും. അങ്ങനത്തെ ഡിഫറെൻറ്റ് സിനിമകൾ വരുമ്പോഴാണ് അത് ആൾക്കാർക്ക് വലിയൊരു അനുഭവമായി വരുന്ന ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത്. മനസ്സിലായി. ഡയറക്ടർ ജിത്തു ജോസഫിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ഒന്ന്, വീക്ക്നെസ് ഒന്ന്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ച ഒരു വലിയ ഫാക്ടറുണ്ട്. മണി ഈസ് നോട്ട് എവറിത്തിങ്. ലൈഫിൽ പണമല്ല ഏറ്റവും വലിയ കാര്യം എന്നെൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കെപ്പോഴും ഞാൻ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കാറില്ല. എൻ്റെ ശരിയിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ സൊസൈറ്റി എന്ത് പറയുന്നു നമ്മൾ നോക്കാൻ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം ദുസ്സഹമാവും.